ഹായ് കൂട്ടുകാരെ, നമ്മുടെ പത്തനംതിട്ട ചിറക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഘോഷയാത്രയും പറക്കെഴുന്നള്ളത്തും കൂടാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കുഞ്ഞുങ്ങൾ നല്ല ഡാൻസ് കളിക്കുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് രസിച്ച് അവിടെ കുറേ നേരം നിന്ന് കണ്ടതിന് ശേഷം പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തു തുടങ്ങിയത്. ലാസ്റ്റ് ഒരു ഡാൻസിന് വീഡിയോ എടുത്തു. സോങ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇതിനകത്ത് സോങ് ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ തന്നെ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെണ്ടമേളക്കാർ നല്ല കിടുക്കാച്ചി ചെണ്ടമേളം, അതിൻ്റെ പുറകെയായിട്ട് നമ്മുടെ ശാസ്താവിൻ്റെ കൊടിയും വന്നു. കൊടി കടന്നു പോയതിന് ശേഷം ശാസ്താവ് ആനപ്പുറത്ത് പുറകെ എഴുന്നള്ളുന്നുണ്ട്. കണ്ടാ, എല്ലാവരും കണ്ട ആനപ്പുറത്ത് ശാസ്താവ് എഴുന്നള്ളുന്നുണ്ടോ? എന്ത് ഭംഗി, ആനയുടെ കുണുങ്ങിയുള്ള വരവുണ്ടോ, എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പുറകേ ഇതാ വരുന്നുണ്ട് കേട്ടോ. തീർന്നിട്ടില്ല, ചെണ്ടമേളക്കാർ വേറെ ഉണ്ട്. നമ്മൾ ചെണ്ടമേളകളൊക്കെ കണ്ട് എന്താ കൂട്ടുകാരെ കാണാൻ എന്ത് രസമാണെന്നറിയോ. സൗണ്ട് ഇടാൻ പറ്റത്തില്ല. സൗണ്ട് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ അതിഗംഭീര ചെണ്ടമേളമാണ് കേട്ടോ. പക്ഷെ അവിടെ ഭയങ്കര ഇരുട്ട്, ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കരണ്ടും ഒക്കെ പോയി വരുവാണ്. അതുകൊണ്ടാണ് ഇരുട്ട് കാണുന്നത്. അല്ലെങ്കിൽ നല്ല ഗുമ്മ് വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഞാനതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ അവരെയൊക്കെ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്, ഇരുട്ടായുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അവരെല്ലാം ഇങ്ങനെ കണ്ട് ചെണ്ടമേളമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, പിന്നെ നമ്മുടെ ഫ്ലോട്ടുകളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. കുറേ നല്ല ഫ്ലോട്ട് ഇടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മഹാദേവൻ ഡാൻസ് കളിക്കുന്നുണ്ടോ. നല്ല ഗുമ്മായിട്ട് നല്ല ചെണ്ടമേളത്തിനനുസരിച്ച് മഹാദേവൻ്റെ അതിഗംഭീരമായ പെർഫോമൻസാണ് മഹാദേവൻ കാഴ്ചവെക്കുന്നത്. മഹാദേവനെ കണ്ട് മഹാദേവൻ്റെ ഡാൻസൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അടുത്തതായി നമ്മുടെ തൊട്ടുപുറയിൽ ആരായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. തൊട്ടുപുറയിൽ ആരായിരിക്കും വരുന്നത്? തൊട്ടുപുറയിൽ നമ്മുടെ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹമൊക്കെ തൂക്കിയിട്ട് നല്ല ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വെച്ച് ചുവട് വെച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെണ്ടമേളത്തിനനുസരിച്ച്. ഹനുമാൻ സ്വാമിയെയും കണ്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമായെന്ന് തോന്നുന്നു. അന്നേരം അവർ കുറേ ചെയറൊക്കെ കൊണ്ടുവന്ന് ആ ചെയറിലൊക്കെ അവരെ ഇരുത്തി. ആ സമയമാണ് ചെയർ കൊണ്ട് വന്നതാണ് കേട്ടോ. ഇരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അവരുടെ അടുത്ത്. ഭയങ്കര വെയിറ്റാണ് സംഭവം കേട്ടോ. ഇന്നലെ അവർ എടുക്കുകയും പൊക്കുകയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റാണ് ഇതിന്. നമ്മൾ ഉദ്ദേശിക്കും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളിങ്ങനെ കാണുമ്പോഴേ വെയിറ്റ് ഇല്ലെന്ന്. ഭയങ്കര വെയിറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പുറയിലോട്ട് ചെന്നപ്പോഴാണ്, പുറയിലോട്ട് ചെല്ലുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും മാധവനെ കുറച്ചുകൂടെ കണ്ടച്ച് മാധവൻ പിന്നെ നിർത്തിയില്ല. മാധവൻ ഡാൻസ് കളിയോട് മാധവൻ ഫസ്റ്റ് നിൽക്കുമല്ലേ. മാധവന് ബാക്കി നിൽക്കുന്ന ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നതൊന്നും മാധവന് കാണത്തില്ല. മാധവൻ ഡാൻസ് കളി. അന്നേരം ഹനുമാൻ സ്വാമി അവിടുന്ന് തിരിഞ്ഞും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ഇരിക്കണം തോന്നുന്നില്ല എല്ലാവർക്കും. ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഇതൊക്കെ വണ്ടിയുടെ ബ്ലോക്ക്, ആ സൈഡിൽ കൂടെ വണ്ടിയെല്ലാം ബ്ലോക്കായിട്ട് വരുന്നു. അപ്പം മഹാദേവൻ എന്നെ കണ്ടപ്പോൾ ഒന്ന് തിരിഞ്ഞ് നിന്ന് ഞാൻ വീഡിയോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തു. എൻ്റെ കസേരയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇരുത്താൻ അവരെ കൊണ്ട് തൊട്ടിരുത്താൻ വേണ്ടി ആൾക്കാർ 2-3 പേരുണ്ട്. അവർക്ക് ആവശ്യമുള്ള ചെയറും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തടുത്ത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ. മഹാദേവൻ്റെ ഫ്രണ്ട്സിലെ ലൈറ്റ് കുറച്ചിങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ പുറകെ ദേവിമാരെല്ലാം ഉണ്ടോ, കസേര കൊണ്ട് അവർ വരുന്നുണ്ടോ ഇരിക്കാൻ. അവിടെ ഇരിക്കാനുള്ള പ്ലാനിലാണ് എല്ലാവരും. പുറകിലോട്ട് ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ പുറകിലോട്ട് വേറെ കലാരൂപങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെന്താ പറയുക, ഇത് തന്നെ അവരിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അത് വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. പിന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അതിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ബാക്കിയോട് സംസാരിക്കാമായിരുന്നു. ലോങ് വീഡിയോയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കഷ്ടപ്പെട്ടെടുത്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേ എന്ന് ഞാൻ മഹാദേവനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. അടുത്തത് അപ്പോൾ ഫോട്ടോ വരുന്നുണ്ട് കേട്ടോ. അതേണ്ട, അതാണ് നമ്മുടെ മഹാദേവനും പാർവതി ദേവിയും മുരുകനും ഗണപതിയും തൊട്ടുപിറകിലായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ടോ. മഹാവിഷ്ണുവും ബ്രഹ്മാവും എല്ലാം ഉണ്ട്. നല്ല നല്ല ഗംഭീര ഫ്ലോട്ടാണ്. അതിൻ്റെ പെർഫോമൻസ് വേറെ രീതിയിലും ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആടുകയും എല്ലാം ചെയ്യും. ഇത് നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും അവരുടെ ആ കുടുംബം ഹനുമാനും സീതാദേവിയും എല്ലാം കൂടെയാണ്. അതിൻ്റെ പുറകിൽ ഒരാൾ എണ്ണിച്ച് വരുന്നുണ്ട് കേട്ടോ. ബ്രഹ്മാണ്ഡ മഹാദേവൻ ഇങ്ങനെ എണ്ണിച്ച് വരുന്നുണ്ട്. ആ എണ്ണിച്ച് വരുന്ന കൂട്ടത്തിൽ അതിൻ്റെ മഹാദേവൻ പൊങ്ങി എണ്ണിച്ച് വരുമ്പോഴത്തേക്ക് വേറെ ടീമും 2 പേര് എണ്ണിച്ച് വരുന്നുണ്ട്. അത് സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക.
ഇതാ മഹാദേവൻ എണീച്ച് വരുന്നുണ്ട്. മഹാദേവൻ്റെ ആ ഗംഭീര ബോഡി കണ്ടോ, ഭയങ്കര കട്ട മസിൽമാൻ മഹാദേവൻ. നല്ല ഗംഭീര ഫ്ലോട്ടാണ് കേട്ടോ അത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല നല്ല പെർഫോമൻസാണ്, നല്ല ഫ്ലോട്ടാണ്. എന്നിട്ട് പൊങ്ങി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം. ഞാനത് ഫുള്ളായിട്ട് കണ്ടതാണ്, അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ എടുത്തതാണ്. മഹാദേവൻ്റെ തൃശ്ശൂലമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയൊരു അരപ്പട്ടയുണ്ട്, ചുവപ്പ് റെഡ്, അതുവരെ മഹാദേവൻ ഇങ്ങനെ പൊങ്ങി നിൽക്കും. കട്ട മഹാദേവനാണ്, വെടിക്കെട്ട് മഹാദേവൻ. അരപ്പട്ട ഇങ്ങനെ പൊങ്ങി വന്നാണ്ട് കട റെഡ് കാണുന്നുണ്ടോ? ആ റെഡ് കണ്ടു കഴിയുമ്പോൾ മഹാദേവൻ ഫുള്ളായെന്നാണ്. ബാക്കി വരത്തില്ല, അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പുറകിൽ 2 പേരിങ്ങനെ പൊങ്ങി വരും. കണ്ട ആരൊക്കെയാണെന്ന് നോക്കി, നമ്മുടെ ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടെ കുറേ മഹാദേവൻ്റെ ബാക്കിലായിട്ട് പൊങ്ങി നിൽക്കും. നല്ല രസമാണ്, നേരിട്ട് കാണണം, നല്ല രസമാണ് ഫ്ലോട്ട് കാണാൻ. അങ്ങനെ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും അല്ലേ? സൂപ്പറല്ലേ? നമ്മുടെ ചിറക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് എന്നല്ല പറയണ്ടേ, ഘോഷയാത്രയും എഴുന്നള്ളത്ത്, അയ്യപ്പനും കൂടെ ഉണ്ട്, പറക്കെഴുന്നള്ളത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ചെറുക്കന്മാരുടെ ഡാൻസൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്. ചെറുക്കന്മാരുടെ ഡാൻസ് ഉണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? എന്തോ ചാക്കം പിടിക്കാത്ത കണ്ട് കൊണ്ടുപോകുന്നത് ചെറുക്കന്മാരുടെ ഡാൻസിൻ്റെ സാധനങ്ങളാണോ? ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ മുരുകനും മയിലും ഉണ്ടോ? നല്ല രസമുള്ള പക്ഷെ മുരുകൻ എഴുതിയിട്ടുമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പുറകെ അയ്യപ്പൻ വരുന്നുണ്ട്. നല്ല ഭക്തി തോന്നുന്ന നല്ലൊരു നമ്മുടെ ശബരിമല ശാസ്താവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ള അയ്യപ്പൻ്റെ വിഗ്രഹമാണ് കാണുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് കൈകൂപ്പി തൊഴുതു അയ്യപ്പൻ